കോൺഗ്രസിന്റെ കണ്ണൂരിലെ ശബ്ദം ശ്രീ കെ സുധാകരനാണ് ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിൽ. സോ വെൽക്കം. ശ്രീ കെ സുധാകരന്റെ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയം കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗത്തെ നിരാശപ്പെടുത്തുക മാത്രമല്ല, അതിശയിപ്പിക്കുക കൂടി ചെയ്തു. കാരണം 6566 എന്ന നേരിയ മാർജിനിലാണ് താങ്കൾ പരാജയപ്പെട്ടത്. കള്ളവോട്ടും അപരന്മാരുമാണ് പരാജയത്തിന് കാരണം എന്ന് ശ്രീ സുധാകരൻ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മറ്റു പല കാരണങ്ങളും ഈ തോൽവിക്ക് പിന്നിലില്ലേ? ഉണ്ട്. എൻ്റെ ഈ തോൽവിക്ക് ഞാൻ KPCCയുടെ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിലും ഞാൻ എല്ലാവരും ജയിക്കും എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ നിയോജക മണ്ഡലത്തിൽ ജയസാധ്യത സംശയം എന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ഭാഗം അവതരിപ്പിച്ചത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, ഏറ്റവും നമ്മുടെയൊക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയത് BLO സ്ലിപ്പ് ഒരു ആധിക രേഖയായി ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചപ്പോൾ തന്നെ കണ്ണൂർ പോലെ, കണ്ണൂർ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിനും ജില്ലയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. കള്ളവോട്ടിന് ഓരോ വർഷവും നിരീക്ഷണം നടത്തുന്ന ഒരു പാർട്ടിയാണ് CPM. എങ്ങനെയാണ് ശാസ്ത്രീയമായി കള്ളവോട്ട് ചെയ്യുക എന്ന് അവർ ഓരോ വർഷവും നിരീക്ഷിച്ച് ഓരോ തെരഞ്ഞെടുപ്പിലും ഇത് പ്രാവർത്തികമാക്കുക. അങ്ങനത്തെ ഒരു ജില്ലയിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു ആധികാരിക രേഖയായി BLO സ്ലിപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു ഉദ്യോഗസ്ഥനുണ്ടാക്കുന്ന സ്ലിപ്പാണ്. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്കറിയാം, രാഷ്ട്രീയമായെല്ലാം ഡിവൈഡല്ല. NGO യൂണിയൻ്റെ ആളുകൾ ഏത് എക്സ്റ്റൻറ്റിലും പോകും കള്ളവോട്ട് ചെയ്യാൻ. അതിപ്പം പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസറാണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ പോലും അവിടെ കള്ളവോട്ട് ചെയ്യാൻ സാഹചര്യം ഒരുക്കും. അപ്പോൾ ഉദ്യോഗസ്ഥ തലങ്ങളിൽ പോലും രാഷ്ട്രീയ അതിപ്രസരം നിലനിൽക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ ഉണ്ടാക്കുന്ന BLO സ്ലിപ്പ് ആധികാരിക രേഖയാക്കിയാൽ ആ ആധികാരിക രേഖയുടെ മറവിൽ അവിടെ ആയിരക്കണക്കിന് കള്ളവോട്ട് നടക്കുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ KPCC പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ AK ആനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അഹമ്മദ് പട്ടേലോട് പറഞ്ഞിട്ടുണ്ട്. ഈ BLO സ്ലിപ്പ് ഒരിക്കലും ഒരു ആധികാരിക രേഖയാക്കരുത്. ആക്കിയാൽ ഞങ്ങളുടെ കണ്ണൂർ പോലുള്ള ജില്ലകളിൽ ഈ ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഞങ്ങളെ മറികടക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ BLO സ്ലിപ്പ് വന്നു, അത് ആധികാരിക രേഖയാണ്. പിൻവലിപ്പിക്കാൻ ശ്രമിച്ചില്ല, നടന്നില്ല. അവസാനം നടന്നില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, AK ആനയെ വിളിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ നിയോജക മണ്ഡലത്തിൽ എൻ്റെ വിജയപ്രതീക്ഷ ഇവിടെ അസ്തമിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു BLO സ്ലിപ്പ് ഒരു ആധികാരിക രേഖയെ അംഗീകരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു രേഖയെ അംഗീകരിക്കുന്ന അപകടമാണ് എന്ന് മനത്തറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അത് നിർത്താൻ, അത് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കാത്ത സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പോലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BLO സ്ലിപ്പ് വന്നതോടുകൂടി തന്നെ വിജയത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് നമുക്ക് മങ്ങലേൽപ്പിച്ചു. പിന്നെ അവിടെ കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യമല്ല ഈ കുറി. കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യമല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ നമുക്കൊരു വളരെ കൺസോൾട്ടേറ്റ് മുസ്ലിം വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ അവിടെ SDP സ്ഥാനാർത്ഥി നിർത്തുന്നു. SDP ഞങ്ങൾ 19,000 വോട്ട് അവർ പിടിച്ചെങ്കിലും 19,000 വോട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, 15,000 വോട്ടെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. ആ വോട്ട് സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു വോട്ടാണ്. ആ വോട്ടിന് സെപ്പറേറ്റ് സ്ഥാനാർത്ഥി അവിടെ വരുന്നു. അതോടൊപ്പം തന്നെ അപരൻ്റെ വോട്ട് വന്നു. കള്ളവോട്ടിൻ്റെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ആ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൂത്തിൽ 182, 200, 205 വോട്ട് ചെയ്ത ബൂത്തുകളുണ്ട്. കള്ളവോട്ടാണെന്ന് ഓർമ്മ വേണം. അവർക്ക് വളരെയേറെ സ്വാധീനമുള്ള 10-35ഓളം പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ തലങ്ങും വിലങ്ങും അവർക്ക് വോട്ട് ചെയ്യാം. ആരോട് ചോദ്യം ചെയ്യാനില്ല. ആവശ്യമായ സംരക്ഷണം കിട്ടിയില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പ്രസിഡന്റിനോടും ഞാൻ ആവശ്യപ്പെട്ട ഏക ആവശ്യം, ഞങ്ങൾക്കിവിടെ ബാരിക്കേഡ് കെട്ടണം, ഞങ്ങൾക്ക് സെൻട്രൽ ഫോഴ്സിൻ്റെ സർവീസ് വേണം. ഞാൻ അബ്ദുള്ളക്കുട്ടിയുടെ ഇലക്ഷൻ എപ്പോഴും ഓർമ്മിക്കുന്നു. അബ്ദുള്ളക്കുട്ടിയെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുമ്പോൾ അന്ന് CPM 11,000-13,000 കള്ളവോട്ട് പുറത്തുനിന്ന് ചേർത്ത് കണ്ണൂർ ഇലക്ഷൻ നടത്തുക, ഇടതുപക്ഷം ഭരിക്കുന്ന സമയമാണ്. ആവശ്യം പോലെ വോട്ട് ചേർക്കാൻ അവർക്ക് ഉദ്യോഗസ്ഥന്മാരുടെ സഹായമുണ്ട്. അന്ന് അതിനെ മറികടന്നത് ഞങ്ങൾ ബാരിക്കേഡ് കെട്ടി സെൻട്രൽ ഫോഴ്സിനെ കൊണ്ടുവന്നിട്ടാണ്. ഇത്തവണയും ഞങ്ങൾക്ക് സെൻട്രൽ ഫോഴ്സും ബാരിക്കേഡും കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കണ്ണൂർ മാത്രമല്ല കാസർഗോഡും ജയിക്കുമായിരുന്നു. അതായത് ഇന്ന് നിങ്ങളുടെ കയ്യിൽ അധികാരവും ഭരണവും സർക്കാരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും കിട്ടിയില്ല. താങ്കളുടെ ആവശ്യം അംഗീകരിക്കപ്പെടും. അതാണ് കറക്റ്റ്. ഞങ്ങൾക്ക് ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, കേരളം ഭരിക്കുന്നത് സംസ്ഥാനത്ത് UDF ആണ്. എന്നിട്ട് പോലും നമുക്ക് ഈ സൗകര്യം ഒത്തുവന്നില്ല. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത്, തൊട്ടപ്പുറം മാഹിയിൽ ബാരിക്കേഡും കിട്ടി, സെൻട്രൽ ഫോഴ്സും ഉണ്ട്. കർണാടകയിൽ മംഗലാപുരത്ത് അവിടെ ബാരിക്കേഡ് ഉണ്ട്, അവിടെ സെൻട്രൽ ഫോഴ്സ് ഉണ്ട്. അവിടെ ഒന്നും കള്ളവോട്ട് നടന്നില്ല. 200 മീറ്റർ ദൂരെ നിന്ന് ID കാർഡ് പരിശോധിച്ച് വോട്ടർമാരെ അകത്ത് കടത്തിയിട്ടുള്ളൂ ഈ പ്രദേശങ്ങളിൽ. കണ്ണൂരിൽ കോൺഗ്രസിനെ ഇത്രയധികം ശക്തിപ്പെടുത്തിയ ഒരേ ഒരു വ്യക്തി ശ്രീ കെ സുധാകരനാണ്. സ്വാഭാവികമായും കണ്ണൂരിലെ സ്ഥിതി വിവരങ്ങൾ സർക്കാരിനെയോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെയോ അറിയിക്കുമ്പോൾ അവരത് അംഗീകരിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല.
ഞാനതിനോട് എനിക്കത് നിരാശയാണ്, ആ കാര്യത്തിൽ ഏറെ നിരാശയാണ്. അപ്പോൾ ഇതെല്ലാം അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു സംഘടനാ രംഗത്തും പാകപ്പഴയുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കമ്മിറ്റികളൊക്കെ വളരെ പഴകിയ കമ്മിറ്റികളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ KPCCയിൽ ഉപയോഗിച്ച വാക്ക് തുരുമ്പെടുത്ത കമ്മിറ്റികളെന്നാണ് ഞാൻ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോഴും ഒരു 10-30,000 വോട്ട് ചെയ്യാൻ ബാക്കിയാണെന്ന് പറയുമ്പോൾ ആ ബാക്കി വോട്ട് ചെയ്യാൻ സംഘടനാ മിഷണറി ശക്തമായി ഉപയോഗിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ റിസൾട്ട് മാറിയ UDFന്റെ ശക്തി കേന്ദ്രങ്ങളായ പേരാവൂരിൽ, കണ്ണൂരിൽ, അഴീക്കോട് ഇവിടെയെല്ലാം വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ ശ്രീ കെ സുധാകരനുള്ളതായി അറിയുന്നു. പേരാവൂർ താങ്കളോട് വളരെ അടുപ്പമുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ്. അദ്ദേഹത്തിന് ക്രിസ്ത്യൻ ബെൽറ്റിനെ തങ്ങളോടൊപ്പം നിർത്താൻ കഴിയാതെ പോയോ? കണ്ണൂരിൽ സരിതയുടെ വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്നു അബ്ദുള്ളക്കുട്ടിയെ. അത് ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്കെതിരായി നിന്നു? ഒരിക്കലുമില്ല. അബ്ദുള്ളക്കുട്ടിയെ മാറ്റി നിർത്തി എന്നതുകൊണ്ടുള്ള ഒരു പ്രയാസമൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായില്ല. പിന്നെ സണ്ണി ചെയ്യാവുന്നൊക്കെ സണ്ണി ചെയ്തു. പക്ഷേ സണ്ണി ചെയ്താൽ പോലും ഇത് പ്രാവർത്തികമാക്കേണ്ടുന്ന താഴെത്തട്ടിലെ പ്രവർത്തകന്മാരുടെ നിസ്സംഗത, അത് നിസ്സംഗത എന്ന് ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന നിസ്സംഗതയാണ്. മറ്റൊരാൾ ഉപയോഗിക്കുന്നത് ഒരു ഓവർ കോൺഫിഡൻസ് എന്നാണ്. സുധാകരൻ നിന്നാൽ ജയിക്കും എന്നൊരു ഓവർ കോൺഫിഡൻസിൻ്റെ അകത്ത് ഏറ്റവും അവസാനത്തെ വോട്ടുകൾ കൊണ്ടുവന്ന് ക്യാച്ച് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്യിക്കുന്നിടത്ത് നമ്മുടെ താഴെത്തട്ടിൽ മിഷണറികൾ പരാജയപ്പെട്ടു എന്നതൊരു യാഥാർത്ഥ്യം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വ്യൂ പോയിന്റിൽ ഇതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രീ കെ സുധാകരൻ എന്നോട് പറഞ്ഞു, ഞാൻ പാർലമെന്റിൽ മത്സരിക്കാൻ ഇല്ല, എനിക്ക് വേണ്ടത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമല്ല, എനിക്ക് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹം. ആദ്യം തന്നെ താങ്കൾ ഒരു വിമുഖത ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. സീറ്റ് വേണ്ട എന്നൊരു നിലപാട് കെ സുധാകരൻ സ്വീകരിക്കുകയും എന്നാൽ സീറ്റ് താങ്കൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയുമായിരുന്നല്ലോ ഉണ്ടായത്. എന്താണ് ഒരു പരാജയം നേരത്തെ അറിഞ്ഞതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ ആദ്യം പാർലമെന്റിൽ ജയിച്ചപ്പോൾ തന്നെ അന്നും ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതാണ്. ഞാൻ MLA ആണല്ലോ. പക്ഷേ അന്ന് ജയിക്കുമെന്ന് കരുതിയല്ല മത്സരിക്കുന്നത്. അന്ന് 98,000 വോട്ടിന് അബ്ദുള്ളക്കുട്ടി ജയിച്ച നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിന്റെ ഒരു ബൈഫർക്കേഷൻ വന്നപ്പോൾ UDFന്റെ അനുകൂല നിയോജകമണ്ഡലം മാനന്തവാടി കൽപ്പറ്റയിലേക്ക് പോയി. പകരം വന്നത് തളിപ്പറമ്പാട് CPMന്റെ റെഡ് ഫോർട്ട്. അപ്പോൾ ഒരു 1.25 ലക്ഷം വോട്ടിന് CPM ജയിക്കേണ്ടത് ഒരു കോൺസ്റ്റൻസിയിൽ ജയിക്കുമെന്ന് കരുതിയല്ല ഞങ്ങളാരും മത്സരിച്ചത്. ഒരു മത്സരത്തിന് വേണ്ടി, ഒരു മത്സരം ശക്തമാകാൻ ഞാനൊരു സ്ഥാനാർത്ഥിയായി എന്നതിനപ്പുറത്ത് പാർലമെന്റിൽ പോകാനുള്ള മോഹം കൊണ്ടല്ല. പാർലമെന്റിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. 1-ാം വട്ടം ജയിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, 2-ാം വട്ടത്തിന് ഞാനില്ല. അന്ന് മുതലേ ഞാൻ നേതാക്കന്മാരോടും മറ്റ് പത്രമാധ്യമങ്ങളോടൊക്കെ ഞാൻ പറയുന്നത് അടുത്ത തവണ ഞാനില്ല എന്ന് പറയുന്നുണ്ട്. പരാജയ ഭീതിയൊന്നും ഒരു പ്രശ്നമല്ല. പരാജയ ഭീതി ആയിരുന്നുവെങ്കിൽ ആദ്യം ഞാൻ മത്സരിക്കുമോ? ഇത്രയും വരെ മാർജിനുള്ള ഒരു കണ്ണൂർ പോലത്തെ ഒരു പിണറായി വിജയനെ പോലുള്ള ആറ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വോട്ട് ചെയ്യേണ്ടുന്ന കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഞാൻ ജയിക്കുമെന്ന് കരുതിയാണ് മത്സരിക്കുന്നതല്ലോ. അപ്പോൾ ജയോ പരാജയോ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഞാനൊരു ഫൈറ്ററാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ എന്നും ഫൈറ്റ് നടത്തിയിട്ടേ ഉള്ളൂ. ഫൈറ്റ് നടത്തി തന്നെയാണ് ഞാൻ ഈ കോൺഗ്രസിനകത്ത് എല്ലാ സ്ഥാനങ്ങളും നേടിയത്. ആരുടെയും ഔദാര്യത്തിന്റെ പുറത്ത് ഞാനൊരു സ്ഥാനം വാങ്ങിയിട്ടില്ല. തോറ്റതിന് പ്രധാന കാരണം കള്ളവോട്ടാണെങ്കിൽ 1991 എടക്കാട് നിയോജക മണ്ഡലത്തിൽ ശ്രീ O ഭരതനോട് താങ്കൾ 219 വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ കോടതിയെ സമീപിക്കുകയും തുടർന്ന് 3000-ലധികം വോട്ടുകൾക്ക് താങ്കൾ വിജയിക്കുകയും ചെയ്തു. സമാനമായ സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? അങ്ങനെയാണെങ്കിൽ PK ശ്രീമതിക്കെതിരെ കോടതിയെ സമീപിക്കാൻ താങ്കൾ തയ്യാറാണ്? സമാനമായ സാഹചര്യമല്ല തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ഇലക്ഷന് മുമ്പേ തന്നെ ഞാൻ 80, 82, 87, 91 ഞാൻ എടക്കാട് ഇങ്ങനെ മത്സരിക്കുക. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയ മത്സരത്തിൽ എടക്കാട് അവർ നിലനിർത്തത് കള്ളവോട്ടാണെന്ന തിരിച്ചറിവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇലക്ഷൻ കേസിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹവും ഒരുക്കി. ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾ 3000-ലേറെ ആളുകൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. 2 വോട്ട്, 1-ലേറെ വോട്ടുള്ള 3000 ആളുകൾക്ക് ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയച്ചു. നിങ്ങൾ ജനപ്രാതിനിധ്യ നിയമപ്രകാരം കുറ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു വോട്ടല്ലാതെ 1-ലധികം വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ റെക്കോർഡ് എടുത്ത് കോടതിയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായുള്ളൂ. അത് ഡബിൾ വോട്ടാണ്, ഒരാൾക്ക് 1-ലേറെയുള്ള വോട്ടാണ്. ഇത് അങ്ങനെയല്ല പ്രശ്നം. ഇതിവിടെ സുധാകരന്റെ വോട്ട് ഗോപികൃഷ്ണൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. അതിനകത്തൊന്ന് ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിച്ച മാർക്ഡ് വോട്ടർ പട്ടിക നമുക്ക് വേണം. ആ മാർക്ഡ് വോട്ടർ പട്ടിക കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പറയുന്നത്. കോടതി മുഖാന്തരം വിളിപ്പിക്കാനേ പറ്റുള്ളൂ. അതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക എന്നതൊരു വലിയ പ്രശ്നമാണ് ഈ കേസിന്. ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. പക്ഷെ ഉണ്ടാക്കുന്നതും ഒരു വിജയമായി പ്രഖ്യാപിക്കാനുള്ള അപേക്ഷയുമായി കോടതി പോകാനല്ല. ഈ കള്ളവോട്ട് ചെയ്യാൻ സാഹചര്യമൊരുക്കിയ BLO ഓഫീസർ, കള്ളവോട്ട് ചെയ്തവർ, അതിന് സാഹചര്യത്തിന് അംഗീകാരം കൊടുത്ത അല്ലെങ്കിൽ അനുമതി കൊടുത്ത പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, ഇവരെ ഒന്ന് ശിക്ഷിപ്പിക്കുക ഒരു മോഡലായി. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കേസിന്റെ കാര്യത്തിലേക്ക്. അതായത് PK ശ്രീമതിയുടെ വിജയത്തെ താങ്കൾ അംഗീകരിക്കുന്നു?
അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കള്ളവോട്ടായാലും അങ്ങനെയല്ല. താങ്കൾ ഇനി കോടതിയെ സമീപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സമീപിക്കുന്നൊന്നല്ല. മെറ്റീരിയലി എന്നെ ഈ കള്ളവോട്ട് എഫക്ട് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള ആവശ്യമുള്ള എവിഡൻസ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോകും. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യും. സിവിലും ക്രിമിനലും രണ്ട് ഓർഡർ. ഈ ഇലക്ഷൻ കേസിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സിവിൽ കേസ് ജയിച്ചതായി പ്രഖ്യാപിക്കുക, തന്നെ രണ്ട് ശിക്ഷിക്കുക. ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഡോക്യുമെന്റ്സിന്റെ അളവ് നോക്കി വേണം ഞങ്ങൾ ഈ കേസിനകത്ത് ഏത് കേസ് ഫയൽ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ഇപ്പോൾ വരുന്ന 2-3 ദിവസം കൊണ്ട് ഞങ്ങളുടെ മെറ്റീരിയൽസ് ഒക്കെ ഫൈനലൈസ് ചെയ്യും. അത് ചെയ്താൽ ഞങ്ങൾ വി വിൽ ഡിസൈഡ്. കോൺഗ്രസിന്റെ കണ്ണൂരിലെ കരുത്തനായ നേതാവാണ് കെ സുധാകരൻ, അതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ആ കരുത്തിന് കുറെ കൂടി ശക്തി പകർന്നിരുന്നത് MP എന്ന തങ്ങളുടെ ഒരു അധികാര സ്ഥാനം കൂടിയാണ്. ഇപ്പോൾ കെ സുധാകരൻ MP അല്ല എന്ന് മാത്രമല്ല, ഒരു KPCC അംഗം മാത്രമാണ് സുധാകരൻ. തങ്ങളുടെ ചിരവൈരിയായ, ഞാൻ അങ്ങനെ തന്നെ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, P രാമകൃഷ്ണൻ പോലും ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. കെ സുധാകരന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകണമെന്നാണ് കണക്കുകൂട്ടൽ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനങ്ങളും നെറ്റിപ്പട്ടവും ഒരു വിഷയമല്ല. കോൺഗ്രസിൻ്റെ അകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഈ അധികാര സ്ഥാനമൊന്നും വേണ്ട. അധികാര സ്ഥാനമില്ലാതെയും പാർട്ടിക്കകത്ത് പ്രവർത്തകന്മാരുടെ പിന്തുണയുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവിന് കോൺഗ്രസിൻ്റെ അകത്ത് പ്രവർത്തനം നടത്താം. നിങ്ങൾ ഓർക്കേണ്ടുന്നത്, ഞാൻ നടത്തിയ വലിയ ഫൈറ്റ്, ആ ഫൈറ്റൊക്കെ നടത്തുമ്പോൾ ഞാൻ കോൺഗ്രസിലൊന്നും ആരുമല്ല. ഞാനൊരു KPCC നിർവാഹക സമിതി അംഗം മാത്രമാണ്. ഈ പറയുന്ന ഇടക്കാട് അസംബ്ലി ഇലക്ഷൻ്റെ കേസ് നടത്തുമ്പോൾ അവിടെ 80 മുതൽ 82, 80, 82, 87, 91 മത്സരിക്കുമ്പോഴും CPM-ഓട് കടുത്ത പോരാട്ടം നടത്തുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുമ്പോൾ, രാഷ്ട്രീയം നടത്തുമ്പോഴും കെ സുധാകരൻ കോൺഗ്രസിൻ്റെ അകത്ത് ഒരു ഡെസിഗ്നേഷനും ഇല്ലാത്ത ഒരാളാണ്. അത് ഓർക്കണം നിങ്ങൾ. ഇപ്പൊ കണ്ണൂരിലെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി എനിക്ക് പിൻബലം തന്നത് എൻ്റെ അധികാരത്തിന്റെ ചിഹ്നം കണ്ടിട്ടല്ല, എൻ്റെ അധികാരത്തിന്റെ തൂവൽ കണ്ടിട്ടല്ല, കെ സുധാകരന്റെ കർമ്മശേഷി കണ്ടിട്ടാ. അല്ല, ആ കർമ്മശേഷിക്ക് ഒരു ചോർച്ചയുണ്ടായി. അന്ന് പിന്ബലമായി നിന്ന യുവത്വവും സ്വാതന്ത്ര്യവും ഇന്ന് ശ്രീ കെ സുധാകരൻ ഇല്ല. കാരണം താങ്കൾ MP ആയി നിന്ന ആളാണ്, MLA ആയി നിന്ന ആളാണ്. MP ഒക്കെ ആവുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ടല്ലേ? അതെ, ഇനി 5 വർഷമായിട്ടല്ലേ? ഒരു പഴയ സുധാകരൻ. ഞാൻ പറയുന്നു, എൻ്റെ 5 വർഷത്തെ എൻ്റെ MP സ്ഥാനമാണ് എനിക്ക് ദൗർബല്യം ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കണ്ണൂർ വിട്ട് നിന്നതാണ് കണ്ണൂരിലെ സംഘടനാ മിശ്രി ഇത്രയും മോശമാകാൻ കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ പ്രവൃത്തി തുടങ്ങി. ഞാൻ എൻ്റെ സ്വന്തം മണ്ഡലം എടക്കാട് പഞ്ചായത്തിൽ എല്ലാ ബൂത്ത് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കാൻ കൺവെൻഷൻ വിളിച്ചുകൂടാൻ തീരുമാനിച്ചു. ഞാൻ പങ്കെടുക്കുകയാണ് ഓരോ ബൂത്ത് കൺവെൻഷനകത്തും. ഞാൻ അവിടെ നിന്ന് പാർട്ടി കെട്ടിപ്പടുക്കാൻ പോവുക. എനിക്ക് കിട്ടുന്ന എൻ്റെ സമയങ്ങൾ കണ്ണൂരിൽ നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിന്റെ സംഘടനാ ശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പഴയ സംഘടനാ ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും എനിക്ക് വിജയം കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തെ എൻ്റെ വിടവ് അതിന് മാത്രം ഒരുപാട് അവസരങ്ങൾ ഒരുക്കിയെന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, ശ്രീ കെ സുധാകരൻ ഇപ്പോൾ കണ്ണുവെക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ സുധാകരൻ ഉണ്ടാകും. ഞാൻ ഒരു കാര്യം പറയാം, ഒരു അസംബ്ലിയിലേക്ക് മത്സരിക്കാനും ജയിക്കാനും ഞാൻ ഇപ്പോഴേ അവിടെ അരങ്ങ് തുറക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മത്സരിക്കുന്നെങ്കിൽ കണ്ണൂർ അസംബ്ലി ആയിരിക്കും മത്സരിക്കുക. കണ്ണൂർ അസംബ്ലിയിൽ ഇപ്പം തന്നെ 8000 വോട്ടിന് ലീഡുണ്ട്. അപ്പോൾ ഒരു മത്സരിക്കാനും ജയിക്കാനും ഒരു കോൺഫറൻസിക്കകത്ത് കിടന്ന് വട്ടം കറങ്ങേണ്ട കാര്യമൊന്നും ഇപ്പോഴും കണ്ണൂർ എനിക്കില്ല. അത് രാഷ്ട്രീയമായി എനിക്കില്ല. ഞാനവിടെ ജയിക്കാൻ സാധിക്കുന്ന ഒരു കോൺഫറൻസിയാണ് കണ്ണൂർ. ഇനി എന്ന് വന്ന് മത്സരിച്ചാലും കണ്ണൂർ ജയിക്കും. അത് വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തിരി കുറയോ കൂടുകയോ ചെയ്യുക എന്നല്ലാതെ. കെ സുധാകരന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ പലതരത്തിലുള്ള നിങ്ങൾ ഉണ്ടാക്കുന്ന അഭ്യൂഹങ്ങളും മാധ്യമ പ്രവർത്തകന്മാരും ഉണ്ടാക്കുകയാണ്. സുധാകരൻ 5ാം സ്ഥാനത്ത്, ഏതാ 5ാം സ്ഥാനത്ത് എനിക്കറിയാം. അല്ല, അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. ശ്രീ AP അബ്ദുള്ളക്കുട്ടി രാജിവെക്കാൻ പോകുന്നു. അതിലൊന്ന്, അതായത് സരിതയുടെ പരാമർശങ്ങൾ നിലനിൽക്കെ AP അബ്ദുള്ളക്കുട്ടിക്ക് രാജിവെക്കേണ്ടി വരും. ആ സ്ഥാനത്ത് കെ സുധാകരൻ മത്സരിക്കും, ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ഭാഗമാകും. 1. 2, AP അബ്ദുള്ളക്കുട്ടി ലീഗിലേക്ക് ഇടം നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും സുധാകരൻ ഇവിടെ മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നതാണ്. ഇതിനൊക്കെ പാടെ നിഷേധിക്കാൻ പറ്റുമോ? എനിക്ക് സത്യത്തിൽ കേരളത്തിലെ ഈ മാധ്യമ പ്രവർത്തകരുടെ ഈ എന്താ പറയുക, ഈ പുതിയ കഥകൾ മെനഞ്ഞെടുക്കാനുള്ള നിങ്ങളെ കപ്പാസിറ്റി ഉണ്ടല്ലോ, കഴിവുണ്ടല്ലോ, ഞാൻ അത് നിങ്ങളെ അഭിനന്ദിക്കുക. വാസ്തവത്തിൽ എന്തൊരു ഭാവനാ സമ്പന്നമാണ് നിങ്ങൾ ഓരോരാളും.